എൻ്റെ വിശാഖപട്ടണം 2024 ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത പ്രഭാതം. ബാംഗ്ലൂരിലെ G8 ഓഫീസിലായിരുന്ന എന്നെ തേടി ഒരു കാൾ വന്നു. ശക്തനും ദീർഘവീക്ഷണവുമുള്ള എൻ്റെ MD ആയിരുന്നു മറുവശത്ത്. സന്തോഷ് കുറുപ്പ്, യു ഷുഡ് മൂവ് ടു വിശാഖപട്ടണം ആൻഡ് ടേക്ക് ചാർജ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് അന്ന് ഖത്തർ ആസ്ഥാനമായ എംഖാൻ എഞ്ചിനീയറിംഗിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനക്ഷമമാകാൻ പോകുന്നു. ദീർഘനാളത്തെ എയർഫോഴ്സ് ജീവിതത്തിനിടയ്ക്ക് സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയായിരുന്നു വൈശാഖ് എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം. പൊതുവെ സഞ്ചാരപ്രിയനായ ഞാൻ വൈശാഖിൻ്റെ മണ്ണിലേക്ക് പറന്നിറങ്ങുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനൗൺസ്മെൻറ്റ് ഫ്ലൈറ്റിൽ കേൾക്കാനിടയായി. Ladies and gentlemen, this airport is managed by military, so taking pictures or capturing videos are prohibited and kindly close the window blinds. ഫോട്ടോ എടുക്കാനായി തയ്യാറാക്കി വച്ചിരുന്ന മൊബൈൽ ക്യാമറ ഫ്ലൈറ്റ് ക്രൂവിൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ പോക്കറ്റിൻ്റെ ഇരുട്ടറയിലേക്ക് ചലിച്ചു. ഫ്ലൈറ്റ് ഇറങ്ങി ലാൻഡ് ട്രാൻസ്പോർട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ചുറ്റാകെ ഒന്ന് നോക്കി. മനോഹരമായി ചുറ്റപ്പെട്ടു കിടക്കുന്ന പച്ചപ്പരവതാനി വിരിച്ച മലനിരകൾ, നിരവധി മലയാളികൾ ഉപജീവനത്തിനായി പോറ്റമ്മയായി മാറ്റിയ മണ്ണ്, പടുകൂറ്റൻ സ്റ്റീൽ പ്ലാന്റുകളും റിഫൈനറികളും, ഈസ്റ്റേൺ കോസ്റ്റ് ഗാർഡ് കമാൻഡിങ്ങും സെൻട്രൽ നേവൽ ആസ്ഥാനവുമായ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ നഗരത്തിന് ഷിപ്പ് ബിൽഡിംഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന പൊൻതൂവൽ കൂടിയുണ്ട്. എനിക്ക് പോകേണ്ട സ്ഥലം ഒന്നുകൂടി മനസ്സിൽ അടിവരയിട്ട് പറഞ്ഞു. ഗാജുവാക്ക. ഈ പേര് ഹൃദയസ്ഥമാക്കുവാൻ ദിവസങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു സത്യം. തിരക്ക് പിടിച്ച റോഡിലൂടെ യൂബർ ടാക്സിക്കാരൻ നീങ്ങുമ്പോൾ പട്ടണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്നെ 40 വർഷങ്ങൾക്ക് പിന്നിലെ കാൺപൂർ ജീവിതത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അടുക്കും ചിട്ടയുമില്ലാത്ത ട്രാഫിക്, റോഡിൻ്റെ നടുഭാഗത്ത് നിർത്തി ആളിറക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ബസ്സുകൾ, ലക്കും ലെവലുമില്ലാതെ കറങ്ങി നടക്കുന്ന പശുക്കൾ, മൂടിയില്ലാത്ത ഓടകളിലൂടെ ഒഴുകുന്ന മലിനജലം, അതിൽ ഊളിയിട്ട് കളിക്കുന്ന പന്നിക്കൂട്ടങ്ങൾ, കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ഒരു പരിധിവരെ ശുചിത്വമാക്കുന്നത് ഈ ജീവികളാണിവിടെ. ദിവസങ്ങൾ കഴിഞ്ഞു നീങ്ങുമ്പോൾ ഗജുവാക്കയിലെ വ്യാവസായിക സംരംഭങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ആട്ടോ നഗറിൽ നമ്മുടെ സ്ഥാപനവും ഉയർന്നു. എംഖാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിതമായ ട്രെയിനിങ് ഓർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2025 ജനുവരി മാസം 31 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 150-ൽ പരം ട്രേഡ് ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നടുവിൽ നമ്മളും വിജയക്കൊടി പാറിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം പിന്നിടുന്നു. അതിനിടയിൽ നേരിടേണ്ടി വന്ന ഒട്ടനവധി പ്രതിസന്ധികൾ. ഭാഷ അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ വില്ലൻ. മലയാളവും തമിഴും വാക്കുകളിൽ ചെറുതായി തെലുങ്കുമായി സാമീപ്യമുള്ളതിനാലും ആംഗ്യഭാഷ വശമായതിനാലും പിടിച്ചുപറ്റി. ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം ഭാരതത്തിലാണോ എന്നുപോലും സംശയിച്ചതിൽ അതിശയിക്കാനില്ല. കാരണം ഹിന്ദിയും ഇംഗ്ലീഷും ഇവിടെ വിളയാടില്ല. ഇവിടുത്തെ 2 വീലറിനെ 3 ട്രാവലേഴ്സ് ഇൻ 2 വീലർ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഫ്യുവൽ സ്റ്റേഷനുകളിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ 0 മീറ്റർ റീഡിങ് ആദ്യമേ ശ്രദ്ധിക്കാൻ പറയും. പിന്നെ കിടന്ന് കടിപിടിക്കാൻ വയ്യ. സിനിമാ തിയേറ്ററുകളിൽ നമസ്തേ പറഞ്ഞു സ്വീകരിക്കും. ഉന്തുവണ്ടികളിൽ അടുക്കി വച്ചിരിക്കുന്ന ഇളനീർ കുപ്പിയിൽ നിറച്ചു വേണമെങ്കിലും തരും. സ്ത്രീകൾ ഭക്തി പുരസ്സരം ചന്ദനം ചാർത്തുന്നത് നെറ്റിയിലല്ല, മറിച്ച് താടിയെല്ലുകളുടെ ഇരുവശത്തുമാണ്. പിന്നെ ചൂടുചായ പാഴ്സലായി നിറച്ച് പ്ലാസ്റ്റിക് കവറിൽ ലഭിക്കുക ചിലപ്പോൾ ഇന്ത്യയിൽ ഇവിടെ മാത്രമായിരിക്കും കേട്ടോ. വഴിയോരങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചു വച്ച് നുരപൊങ്ങി താഴേക്ക് ഒലിക്കുന്ന പനങ്കള്ള് ഇടറോഡുകളിലൂടെ പോകുമ്പോൾ ദൃശ്യം. സ്ത്രീകളാണ് പൊതുവെ ചെറുകിട വ്യവസായങ്ങളിൽ അഗ്രഗണ്യം.
കണ്ണഞ്ചിപ്പിക്കുന്ന മലനിരകളെ തട്ടിത്തഴുകി കാതിൽ രഹസ്യങ്ങൾ മൂളുന്ന മനോഹരമായ കടൽ തീരങ്ങൾ. ഇവയെല്ലാം വൈശാഖിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. അതിലേറ്റവും എനിക്കിഷ്ടം എറാഡ ബീച്ചും അവിടേക്കുള്ള വനസമാനമായ യാത്രയുമാണ്. മടങ്ങി വരുമ്പോൾ ഡോൾഫിൻ വിങ്സിൽ നിന്നും അനന്തതയിലേക്ക് നോക്കുമ്പോൾ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾ കാണാം. എന്തു മനോഹരമായ കാഴ്ച! മനസ്സിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ മന്ദമായി വന്നെത്തുന്ന മാരുതൻ നമ്മോടൊപ്പം എപ്പോഴും. മാസങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മുടെ വളർച്ചയിൽ അസ്വസ്ഥരായ അയൽവാസികൾ ഏറ്റുമുട്ടലിന് വരാതെ താനേ പിൻവലിഞ്ഞു. വർഷങ്ങൾക്ക് മുന്നേ വെറും 3 മാസം പ്രായമുള്ള ഒരു മലയാളി കമ്പനിയെ അടച്ചുപൂട്ടിയത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിരുന്ന നല്ല സുഹൃത്തുക്കൾ നമ്മുടെ നിലനിൽപ്പിനെ മുക്തകണ്ഠം പിന്നീട് പ്രശംസിച്ചു. അതെ, എംഖാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഇതിനൊക്കെ അടിസ്ഥാന കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആദരണീയനായ എംഖാൻ എഞ്ചിനീയറിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടറും G8 ഇൻഡോ ഗൾഫിൻ്റെ ചെയർമാനുമായ ശ്രീ ഷാ ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റവും അതിലുപരി സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും വിരൽ ചൂണ്ടുന്നത് ഒന്നു മാത്രം: once there is a will, there is a way. Core values are teamwork, commitment to the client and innovation. We have assembled a team of experience and passion in our company, focusing on oil and gas, petrochemical and mining. ഖത്തറിൽ 4000-ഓളം വരുന്ന എംപ്ലോയീസ്, ഇന്ത്യയിൽ കുതിച്ചുയരുന്ന G8 സംരംഭങ്ങൾ, ഇതെല്ലാം ഷാ ഭാസ്കരൻ എന്ന സാധാരണക്കാരൻ്റെ ഉൾക്കരുത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. കയ്പ് നിറഞ്ഞ കൽപ്പടവുകളിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ കണ്ടിരുന്ന സ്വപ്നം വരച്ചുകാട്ടിയത് മറ്റൊന്നല്ല, മറിച്ച് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന വചനങ്ങളാണ്. ഇന്നത്തെ പ്രയത്നം, നാളത്തെ ചരിത്രം. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തും ഇവ സംയോജിക്കപ്പെട്ടപ്പോൾ ഒരു പുതുയുഗം പിറന്നു. എംഖാൻ എഞ്ചിനീയറിംഗ് ആൻഡ് G8 ഇൻഡോ ഗൾഫ്. തൊഴിലധിഷ്ഠിത പ്രവൃത്തി പരിചയത്തിലൂടെ ജോലി ഉറപ്പു നൽകി ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ കുട്ടികളാരും വിചാരിച്ചിരുന്നില്ല അവർ നാളത്തെ വാഗ്ദാനങ്ങളാകുമെന്ന്. ഇന്ത്യയെമ്പാടും എംഖാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ശൃംഖലകൾ വളർത്തി തൊഴിലിനു വേണ്ടി അലയുന്ന യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം: രാഷ്ട്രവികസനം. രാഷ്ട്രവികസനത്തിൻ്റെ പ്രതിബദ്ധത. പഠിച്ചിറങ്ങുന്ന തൊഴിൽ മേഖലകളിൽ തൊഴിലുറപ്പ് നൽകി സ്വന്തം കമ്പനിയായ എംഖാൻ എഞ്ചിനീയറിംഗ് ദോഹ ഖത്തറിലേക്ക് ഒരു പ്രയാണം. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ കിട്ടാവുന്ന മികച്ച ശമ്പളത്തിൽ ഒരു കുടിയേറ്റം. നമ്മൾ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിലിൻ്റെ വാതായനം തുറക്കുന്നു. നടന്നു നീങ്ങേണ്ടത് അവരാണ്. യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയോ പരിചയസമ്പന്നതയോ ഈ കോഴ്സുകൾക്ക് ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം, അധ്വാനിക്കാനുള്ള മനസ്സ്, മുന്നോട്ടു പോകാനുള്ള ഉണർവ്. എന്നാൽ വരൂ, സഞ്ചരിക്കേണ്ട വഴി എംഖാൻ തുറന്നു തരും. നമ്മൾ വിശാഖപട്ടണത്ത് പരിശീലിപ്പിക്കുന്ന വിഭാഗങ്ങൾ: ടിഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ്, പൈപ്പ് ഫിറ്റിംഗ് ആൻഡ് ഗ്രൈൻഡിംഗ്. ദിശാബോധമുള്ള മാർഗദർശികൾക്ക് നല്ല നേതാക്കളാകാൻ കഴിയും. സ്നേഹപൂർവം സന്തോഷ് കുറുപ്പ്, ഹെഡ് ഓഫ് സപ്പോർട്ട് സർവീസ്, എംഖാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, വിശാഖപട്ടണം, ഇന്ത്യ. കൂടുതൽ വിവരങ്ങൾക്കായി എന്നെ വിളിക്കേണ്ട നമ്പർ 9446808142 94 46 80 81 42. താങ്ക് യു സോ മച്ച്.